ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അത് ഇറാനുള്ളിലും പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. മാത്രമല്ല ഈ യുദ്ധം കൊണ്ട് ഇറാനും യു.എസും ഇസ്രായേലും മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും ആഭ്യന്തര പ്രശ്നങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് അങ്ങനെ ഉള്ള കാരണം എന്താണ്? അല്ല, ഒരു യുദ്ധം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. കാരണം ഇന്നിപ്പോൾ ഇസ്രായേലിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കുറേ പേര് പ്രകടനം നടത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് കുറേ പേര് പ്രകടനം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇറാനിൽ തന്നെ മറ്റേ ഇറാൻ IRGCക്ക് അഭിമതനല്ല ഇപ്പോൾ അവിടെ ഇരിക്കുന്ന പ്രസിഡൻറ്റ് പെഷേസ്ക്യു. ആ പെഷേസ്കൈൻ ഇപ്പോൾ അവർക്ക് സ്വീകാര്യനല്ല. മാത്രമല്ല പെസേഷ്കൈൻ്റെ മകൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു, ഇതെന്ന് അവസാനിക്കും, അമേരിക്ക അവസാനിച്ചിട്ടാണോ ഇസ്രായേൽ അവസാനിച്ചിട്ടാണോ അതോ ഇറാൻ നശിച്ചിട്ടാണോ എന്ന് ചോദിച്ചിട്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതൊക്കെ അവിടെ ഇറാൻ IRGCക്കാർക്ക് അതെല്ലാം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആരംഭിച്ചിരിക്കുന്ന ഈ യുദ്ധം അവർക്ക് ജയിച്ചേ തീരുള്ളൂ എന്നാണ് അവരുടെ വാദം. കാരണം അത് കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടുള്ള ഭരണം IRGCയുടെ കീഴിൽ വരും. അതിപ്പോൾ IRGCക്ക് അങ്ങനെ സമ്പൂർണ്ണമായൊരു ഭരണ സംവിധാനം ഇല്ല. 1,90,000 സൈന്യങ്ങളാണുള്ളത്. അതിൽ കുറേ പേരൊക്കെ മരിച്ചു കഴിഞ്ഞ് ഇനി ബാക്കി അവശേഷിക്കുന്ന സൈന്യവുമായിട്ടാണ് അവർ ഇപ്പോൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ യുദ്ധത്തിൻ്റെ ഗതി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് ബോംബ് വീണിട്ടുണ്ട്. അപ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങൾ അവിടുത്തെ 2 യൂണിവേഴ്സിറ്റി നശിപ്പിക്കും എന്നാണ് പറയുന്നത്. അതായത് യുദ്ധത്തിൻ്റെ ടാർഗറ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇത് സൈനിക കേന്ദ്രങ്ങളായിരുന്നെങ്കിൽ, ആയുധ സംഭരണശാലകളിലായിരുന്നെങ്കിൽ, ഇപ്പോൾ അവിടെ നിന്നൊക്കെ മാറിയിട്ട് സൈനിക കേന്ദ്രങ്ങൾ, ആയുധ സംഭരണശാലകളും ഒക്കെ മാറിയതിന് ശേഷം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആശുപത്രികളെയും സാധാരണ ജനങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളെയും എല്ലാം ഇത് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങോട്ട് അത് പടർന്നു കഴിഞ്ഞു. അമേരിക്കയ്ക്ക് ഇതിനകത്തൊരു സുഖമുള്ളത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നില്ല. നഷ്ടം സംഭവിക്കുന്നത് മുഴുവനും ഗൾഫ് രാജ്യങ്ങൾക്കാണ്. ഗൾഫ് രാജ്യങ്ങൾക്കാണെങ്കിൽ അവർ സങ്കല്പിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള നഷ്ടമാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീകരമായ നഷ്ടം സംഭവിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം ഗൾഫ് മേഖല എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും സുശക്തമായ മേഖലയായിരുന്നു, സുരക്ഷിതമായ മേഖലയായിരുന്നു. വിശേഷിച്ചും ദുബായ് അവരൊരു 2ാം സിംഗപ്പൂരാക്കി ഇതിനെ മാറ്റിയെടുത്തിട്ട് ലോകത്തിലെ ഏറ്റവും വലിയൊരു സാമ്പത്തിക ക്ഷേമ സമ്പന്ന രാഷ്ട്രമാക്കി മാറ്റിയെടുക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം തകർന്നു കഴിഞ്ഞു. ഇനിയിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ UAEയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആളുകൾ പലവട്ടം ചിന്തിക്കും. കാരണം അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്തും ഇങ്ങനെ വരാമല്ലോ എന്ന് കരുതി. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും സുശക്തമായ രാജ്യം സൗദി അറേബ്യ എന്നാണ് പറഞ്ഞിരുന്നത്. അതിന് കാരണങ്ങളുണ്ട്, വെറുതെ അല്ല. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ സൈന്യങ്ങളുള്ളത്, അവർക്കാണ് കുറച്ച് കൃഷിഭൂമിയൊക്കെ ഉള്ളത്, എണ്ണ കൂടാതെയുണ്ട്, പിന്നെ വളരെ സുശക്തമായ ഒരു മതസംഹിതയുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഇറാൻ സൗദിയുടെ പ്രിൻസ് സുൽത്താൻ ബേസിൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗദിയിലും യാതൊരു തരത്തിലുള്ള മയമില്ലാണ്ട് ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇറാൻ ഇവരെല്ലാം ശത്രുക്കളായിട്ട് തന്നെയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇറാൻ്റെ സിദ്ധാന്തം വളരെ ലളിതമാണ്. അമേരിക്കക്കാരൻ എവിടെയൊക്കെ ഉണ്ടോ അമേരിക്കക്കാരനുള്ള സ്ഥലങ്ങൾ മുഴുവൻ അവരുടെ ശത്രുക്കളാണ്. അല്ലെങ്കിൽ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതിന് അവരെ ആക്രമിക്കുന്ന ആരെയാണ്? സൗദി അറേബ്യയെയും UAEയെയും ഒമാനെയും ബഹ്റൈനെയും അതുപോലുള്ള എല്ലാ രാജ്യങ്ങളെയും ആക്രമിക്കുന്നു. കാരണം പറയുന്നത് എന്താണ്? ഈ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ഞങ്ങൾക്ക് നശിപ്പിക്കാൻ ഇങ്ങനെ കഴിയുള്ളൂ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കി ചിത്രീകരിക്കുന്ന ഒരു രീതിയാണ് അതിനകത്തുള്ളത്. കാരണം ഇവരിതിനകത്ത് യുദ്ധത്തിൽ പങ്കാളികളല്ല. ഗൾഫ് രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കാളികളെ അല്ല, പക്ഷേ അവരെ യുദ്ധത്തിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവന്നേക്കാണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുകയാണ് സാമ്പത്തികമായിട്ട്. കാരണം എന്നിട്ട് ആ കടലിടുക്കിലൂടെ എണ്ണ കടന്നു പോകുന്നതിനൊക്കെ ഇവർ തടയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഏണ്ട് 40 ലക്ഷം കോടി രൂപയോ മറ്റോ
ഇതിനകം തന്നെ ഈ ഷെയർ മാർക്കറ്റിൽ ക്രാഷ് ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലായിടത്തും. അപ്പോൾ അങ്ങനെ ലോകത്തിൻ്റെ സാമ്പത്തിക രംഗത്തെയും ലോകത്തിലെ ജീവിത വ്യവസ്ഥകളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു യുദ്ധമാണ് ഇറാനും ഇസ്രയേലും അമേരിക്കയും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ 3 പേരും മാത്രം പങ്കെടുക്കുന്ന ഈ യുദ്ധം ലോകത്തെ മുഴുവൻ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമങ്ങളെ തകർക്കുന്ന യുദ്ധമായിട്ടത് മാറുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോഴതിൻ്റെ പോക്ക്. അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും ആഭ്യന്തര കലഹങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ വരും ഇനി. അതാണ് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര കലഹം ഉടലെടുക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങൾക്കും ഇപ്പോൾ എണ്ണവിലയായാലും വാതകത്തിൻ്റെ വിലയായാലും ഇതെല്ലാം പ്രൈസ് ഹൈക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ നമ്മളെ ആയാലും ബാധിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. നമ്മളും നിയന്ത്രണത്തിലാണ്. കാരണം ലോകത്ത് ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ പ്രതിഫലനം എല്ലാ രാജ്യങ്ങളിലും വരും. അപ്പോൾ സ്വാഭാവികമായ ഒരു എത്ര ശേഖരമുണ്ട് എന്ന് പറയുമ്പോഴും നമ്മളൊരു പിടുത്തത്തിൽ കൂടെ മാത്രമേ ഒരു നിയന്ത്രണം നിയന്ത്രണം ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ യുദ്ധം എന്നാ അവസാനിക്കുമെന്ന് അറിയില്ല. അതെ, ട്രംപ് ഇടക്കിടക്ക് പറയുന്നുണ്ട് നാളെ അവസാനിക്കും, മറ്റന്നാൾ അവസാനിക്കും, എൻ്റെ അടുത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാനിതെല്ലാം കേട്ടിട്ടുണ്ട് എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. ട്രംപ് ഇന്നിപ്പോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു ലോക സമാധാനത്തിന്റെ വക്താവാണ് ട്രംപ് എന്നാണ് പറയുന്നത്. പക്ഷേ യുദ്ധം ഇങ്ങനെ തുടരെ അല്ല, മറ്റേ എന്താ ഗ്രീൻലാൻഡ് കഴിഞ്ഞ് വെനസ്വേല കഴിഞ്ഞ് ക്യൂബയിലേക്ക് പുള്ളി പോകാൻ പോകുന്നു. ആ പോകുന്നതിൻ്റെ ഇടക്കാണ് ഇറാനിലേക്ക് വന്നേക്കുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ യുദ്ധം നടത്തി അല്ലെങ്കിൽ ആ പ്രദേശങ്ങളെയൊക്കെ തകർത്തുകൊണ്ടാണ് ലോക സമാധാനത്തിൻ്റെ വക്താവാണ് താനെന്ന് വരുത്തുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം നടക്കട്ടെ എന്ന് വെക്കാം. അദ്ദേഹം നോബൽ സമ്മാനത്തിന് വേണ്ടി ശ്രമിച്ചാണല്ലോ, അത് കിട്ടാതെ പോയതാണ്. അടുത്ത പ്രാവശ്യമെങ്കിലും അത് കിട്ടണം എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഇറാനിലെ പെസഷ്കിയാൻ്റെ മകൻ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഇറാനിലും ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു റെജീം ചേഞ്ച് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമല്ലേ ഈ സമയത്ത്? അല്ല, അത് ഒരു റെഷീം ചേഞ്ച് അവിടെ വരും. ഭരണമാറ്റമാണ്. ഭരണമാറ്റത്തോടു കൂടി മാത്രമേ ഇറാൻ്റെ യുദ്ധം അവസാനിക്കുകയുള്ളൂ. അത് ഏത് തരത്തിലായാലും. ഇറാൻ ജയിച്ചു കഴിഞ്ഞാൽ ആ ഭരണം സമ്പൂർണ്ണമായും IRGCയുടെ കയ്യിലേക്ക് എന്ന് വിട്ടു. ഇറാൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് ആ ഭരണം ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്കും ചെന്നുപെടും. അല്ലെങ്കിൽ വേറൊരു ഭരണാധികാരി വരും. ചിലപ്പോൾ ഷായുടെ മകൻ തന്നെ വന്നുകൂടായില്ല. പക്ഷേ അയാളതൊക്കെ വന്നു കഴിഞ്ഞാലും ഒരു അമേരിക്കയുടെ എന്താ പറയേണ്ടത്, അമേരിക്കക്ക് താല്പര്യമുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിട്ടിരിക്കും എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒരു പാവ സർക്കാരായിട്ട് വരും എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും സംഭവിക്കില്ല. എന്തായാലും ശരിയാണ്, ഇറാൻ ഇനി മുതൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഇറാൻ ആയിരിക്കില്ല യുദ്ധത്തിൻ്റെ അവസാനത്തിൽ സംഭവിക്കുക. ഭരണമാറ്റം അവിടെ ഉറപ്പാണ്. ഇറാനെ സഹായിക്കാൻ റഷ്യയും ചൈനയും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത്. ഇറാൻ ഇതുവരെയും തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, പ്രത്യാക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷം പറയുന്നുണ്ട് ഇറാൻ ജയിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ ഹോർമൂസിലാണെങ്കിൽ ചുങ്കം ഏർപ്പെടുത്താൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എവിടെയാണ് ഇതിൻ്റെ ഒരു കീ പോയിന്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ. അല്ല, ഇത് ഈ സംഭവം വെച്ചുകൊണ്ട് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹോർമോസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ചുങ്കം ഏർപ്പെടുത്തുകയും ആ ചുങ്കത്തിൻ്റെ ഒരു വിഹിതം അമേരിക്കക്ക് കിട്ടുകയും വേണമെന്നുള്ളതാണ്. അമേരിക്കയുടെ താല്പര്യത്തിന് അപ്പുറത്തേക്ക് വേറെ ഒരു താല്പര്യവും ഇല്ല. അപ്പോൾ ഇതൊരവസരമായിട്ട് എടുത്തിട്ട് അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ചുങ്കം ഏർപ്പെടുത്തുക. ആ ചുങ്കം എന്നിട്ട് ഇറാനും അല്ലെങ്കിൽ ഇസ്രയേലും ഇറാനും അമേരിക്കയും കൂടി പങ്കുവെച്ചെടുക്കുക എന്നുള്ളതാണ്. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. കാരണം വേറെയും രാജ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ പങ്ക് അവർക്കും കൊടുക്കേണ്ടി വരും എന്ന് മാത്രവുമല്ല, ഇങ്ങനെ വഴി തടഞ്ഞ് വഴി അടച്ചിട്ടുകൊണ്ടുള്ള ഒരു യുദ്ധതന്ത്രം അത്ര അഭികാമ്യമായിട്ടുള്ള ഒന്നായി കരുതാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഉൾപ്പെടാത്തവരൊക്കെ മുഴുവൻ നശിപ്പിക്കുകയല്ലേ, ആ രാജ്യങ്ങളൊക്കെ നശിച്ചു പോവുകയല്ലേ. ഇപ്പോൾ ഇന്നിപ്പോൾ സൗദി അറേബ്യയിൽ വീണ്ടും അവിടെ ബോംബ് വീഴുകയോ ഷെല്ല് വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും വീണിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ ജനങ്ങൾ വളരെ ഭീതിയോട് കൂടിയാണ് കരുതുന്നത്. അവർ ഡയറക്റ്റായിട്ട് അവർക്ക് ഒരു ബന്ധമില്ലാത്തൊരു യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക അവിടെ ഉണ്ട്, അമേരിക്ക ഉണ്ടെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരെയാണ്. പക്ഷേ ഇസ്രയേൽ ഇത് വെച്ചുകൊണ്ടെന്നാൽ ലെബനൻ്റെ പ്രദേശം മുഴുവൻ പിടിച്ചെടുത്തു കഴിഞ്ഞു.
ഹൂതികളെ അവർ യുദ്ധത്തിൽ ഇന്നലെ ഹൂതികൾക്കെതിരെയായിരുന്നു. ഹൂതികളെ യുദ്ധത്തിലേക്ക് ഇട്ടതെന്ന് വെച്ചാൽ ലെബനൻ ആ പ്രദേശം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ രാജ്യം വിപുലമാക്കി എടുത്തിട്ട് അതിൻ്റെ വിസ്താരം വർദ്ധിപ്പിച്ചെടുത്തിട്ട് വിശാലമായ ഒരു ഇസ്രായേൽ. ജൂതരാജ്യം ഉണ്ടാക്കിയാണ്. അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനിടക്ക് നിന്നിട്ട് എത്ര പണം ഉണ്ടാക്കാൻ പറ്റും. എണ്ണ വില കൂടിയത് അമേരിക്കക്ക് വലിയ ലാഭമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരമുള്ള സ്ഥലമാണ് അമേരിക്ക. പിന്നെ അവരിപ്പോൾ വെനസ്വേലയിൽ നിന്ന് ആ എണ്ണ എടുക്കുന്നുമുണ്ട്. അപ്പോൾ ആ എണ്ണയൊക്കെ വിറ്റുള്ള കാശുണ്ടാക്കലാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഒപ്പം ആയുധം വിപണി സുശക്തമായി. ഇപ്പോൾ എല്ലാവർക്കും ആയുധം വേണമല്ലോ. അപ്പോൾ ആയുധം എല്ലാവരും എടുക്കുകയാണ്. അപ്പോൾ ആയുധ വിപണിയിൽ നിന്ന് കിട്ടുന്ന ലാഭം, എണ്ണ വിപണിയിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഇതൊക്കെയാണ് അമേരിക്കയുടെ ലാഭം. അപ്പോൾ അമേരിക്കയിൽ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിനെതിരെയുള്ള പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വിയറ്റ്നാം യുദ്ധം നടന്നപ്പോഴും ഉണ്ടായിരുന്നു. എവിടെ യുദ്ധം നടന്നാലും അമേരിക്കയിൽ കുറേ പേരിങ്ങനെ നടക്കും. അത് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് ആഭ്യന്തര പ്രശ്നത്തിലേക്ക് വീഴാൻ പോകുന്ന ഒരു പ്രദേശം ഇസ്രയേലല്ല. ഇസ്രയേലിൽ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ പേരിൽ ഇയാൾ നെതന്യാഹു ഈ യുദ്ധം കഴിയാതെ അവിടെ ഇലക്ഷൻ നടക്കില്ല. ഇലക്ഷൻ നടന്നാലേ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും രക്ഷയുള്ളൂ. പക്ഷേ എന്നാലും ശരിയാണ്, അവരെയും സംബന്ധിച്ചിടത്തോളം ആ പ്രാഥമികമായ അവരുടെ കർത്തവ്യം എന്താണ്? ഇസ്രയേലിന് ജൂത താല്പര്യമാണ്. ജൂത താല്പര്യത്തിന് വിരുദ്ധമായിട്ടൊരു നിലപാട് അവിടുത്തെ പ്രതിപക്ഷത്തിനും സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ രാജ്യത്തിന് വിരുദ്ധമായൊരു നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്ക് മാത്രമേ കഴിയൂ, വേറെ ലോകത്തിലുള്ളത് അത് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആഭ്യന്തര കലഹം ഇവിടെയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇറാൻ ആത്യന്തികമായി തകർന്ന് തരിപ്പണമായിക്കൊണ്ട് അവരുടെ ന്യൂക്ലിയർ സൈറ്റുകൾ മുഴുവൻ തകർക്കപ്പെട്ട് കഴിഞ്ഞു. ആയുധപ്പുരകൾ തകർക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളത് വെച്ചുകൊണ്ട് അവരിയ്ക്കുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലേക്കും കിടക്കണം. എന്ന് വെച്ചാൽ ശരാശരി സാമാന്യ ജനജീവിതം ഇറാനിൽ ഇല്ലാതെയാകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ അവസ്ഥയിലാണ് ഇറാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുക്കും. കാരണം ആളുകൾക്ക് മരിക്കാൻ താല്പര്യമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ചെന്ന് അവസാനിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഈ പെസേഷ്ക്വൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അപകടമുണ്ട്. അദ്ദേഹത്തെ മിക്കവാറും ഇവർ മാറ്റുകയോ കൊല്ലുകയോ ചെയ്യും. IRGC ഒരു നല്ല സംഘടനയല്ലല്ലോ. അവരെന്തും ചെയ്യാവുന്ന തീവ്രവാദികളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനന്തര ഫലം എങ്ങനെ വരും എന്നുള്ള കാര്യവും കൂടി നോക്കണം. യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മളെയും അത് ബാധിക്കും.